ഉണക്കമീനുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സംഭവം പൊളിയാണ്, അടിപൊളിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വാളമീനാണ്. ഏത് മീൻ വേണമെങ്കിലും ഉണക്കമീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ചൂടായ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വറ്റൽമുളകിൻ്റെ കൂടെ നമ്മൾ ഉണക്കമീനോട് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതേ പാനിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനിയിപ്പോൾ ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ സവാള ചേർത്ത് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ടേസ്റ്റ് ഒന്നുകൂടെ നല്ലത് ചെറിയ ഉള്ളി ഇടുമ്പോഴാണ്. അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മുടെ ഉണക്കമീനിൽ നല്ല ഉപ്പുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഇതിലേക്കൊരു അരമുറി തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇനി അടുത്തായി നമ്മൾ ചേർക്കുന്നത് വാളൻപുളിയാണ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളൻപുളിയാണ്. അധികം പുളി കൂടി പോകണ്ട, അതുകൊണ്ട് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി പിടിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും ഉണക്കമീനൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ടെങ്കിൽ ചോറിന് പ്രത്യേകിച്ച് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ.